ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്ന് വീണ്ടും നമ്മളൊരു എക്സാം റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് സെക്കൻഡ് ഇയേഴ്സിന് ഹിന്ദി ആൻഡ് മലയാളം എക്സാം ആയിരുന്നു. ഞാൻ ഹിന്ദിയാണ്. സോ എക്സാം ഓവറോൾ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല എക്സാം ആയിരുന്നു. വെൻ കമ്പയർ ടു മോഡലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ് തോന്നിയത്. ഇതിൽ ഏതാണ് പാട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം രണ്ടും എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. പിന്നെ 2 മാർക്ക് സെഷനിൽ എനിക്ക് കുറച്ചൊന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം എക്സ്ട്രാ ഓർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഞാൻ അപ്പം ഈ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എനിക്ക് പെട്ടെന്ന് ഓരോരോ ഡൗട്ടൊക്കെ ഉണ്ടാവുക. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നല്ല പോലെ എഴുതിയിട്ടുണ്ട്. 8 മാർക്ക് സെഷനിലായാലും നോർമലി നമുക്ക് അറിയാടാ ഹിന്ദിയിൽ ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. സോ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം ഇന്ന ചാപ്റ്റേഴ്സിന് ഇതൊക്കെ വരാൻ തന്നെയാണ് ചാൻസ് ഉള്ളത് നമുക്ക് അറിയാം. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു പോയത്. അതിൽ മിക്ക ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയാലും വിജ്ഞാപനമായാലും പോസ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന റൈറ്റിംഗ് സെഷനാണ്. സോ അതിൽ നിന്നൊക്കെ അതൊക്കെ നമുക്ക് പക്കയായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ ഓവറോൾ എനിക്ക് നല്ല എളുപ്പമായിരുന്നു. പക്ഷെ ഞാൻ ഈ കുമ്മത്ത് ഫൂൽ ബേസിനെ വാലി ലഡ്കിയുടെ ആസ്വാദൻ ടിപ്പണി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ലപോലെ പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ സപ്പനെ കാപ്പി ഹക്നഹിം ആയിരുന്നു എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതും കൂടെ പഠിച്ചുകൊണ്ട് എന്നാലും അപ്പോഴും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ആത്മിക ചെഹര എങ്ങനെ ചോദിക്കുമോ എന്നുള്ളത്. കാരണം അത് ഞാൻ നല്ലപോലെ അങ്ങനെ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. സോ അതിലെനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്കപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം ഗൈസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സപ്നെ കാപ്പി ഹക് നഹീം കിസ്കി രചന ഹെ, ഡോക്ടർ ജെ ബാബു ആണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ലേഖികാക്കോ സ്കൂട്ടവാല കൈസ ലഗ പീർ ജയ്സ, ഒരു സന്യാസിയെ പോലെ ആയിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ജമീനേക്ക് സ്ലേറ്റ് കാ നാം കിസ് വിതാക്കി, അതൊരു ആത്മകഥയായിരുന്നു. ഏകാന്ത് ശ്രീവാസ്തവിന്റെ ഒരു ആത്മകഥാംശമായിരുന്നു. രാജ്വന്തി മാം മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറഞ്ഞ ചാപ്റ്ററിലായിരുന്നു. മാതൃഭൂമിക പരിധാൻ എന്ന് പറയുന്നത് നീലാംബർ. ഈ ഒരു 6th ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് ഞാൻ കുറച്ചൊന്ന് പെട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ബാദ്ഷാ ലക്ഡിക്ക് മക്കാൻമേം കൈദ് ഹെ, അതിൽ നമ്മൾ കോനും കഹാമും 2 ക്വസ്റ്റ്യൻ ആക്കി എഴുതാനായിരുന്നില്ല. അപ്പം എനിക്ക് ആദ്യത്തെ കോൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. പക്ഷെ കഹാം വന്ന സമയത്ത് എനിക്കൊന്ന് ഡൗട്ടായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ബാദ്ഷാ കഹാമേം കൈദ് ഹെ അങ്ങനെയായിരുന്നോ, അതോ ആ ലക്ഡിക്ക് മക്കാൻമേ അവിടെ നിന്നിട്ട് ആയിരുന്നോ കഹാം കൊടുക്കണമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. സോ ഞാൻ ആ 3 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോഴും എനിക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എനിക്ക് അറിയില്ല. പിന്നെ സെക്കൻഡ് നമുക്ക് സപ്നെ കാ ഭി ഹക് നഹീം എന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ, അതിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുമുദ് ബുൽ ബേസിനെ വാലി ലഡ്കി, അതിൻ്റെ ആ ഒരു കവിതാംശം ബാക്കിയൊക്കെ എളുപ്പമായിരുന്നു. ആക്ച്വലി ഞാൻ ഉണ്ടല്ലോ പിതാജിയുടെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇതുണ്ടായിരുന്നു, മോഡലിൽ ചോദിച്ചത് ആരുടെയായിരുന്നു, ബാദ്ഷയുടെ ക്യാരക്ടർ സ്കെച്ച് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു മിക്കവാറും പിതാജി അല്ലെങ്കിൽ രാജ്വന്തി മാം ആയിരിക്കും ചോദിക്കാൻ ചാൻസ്. ഏറ്റവും കൂടുതൽ ചാൻസസ് കൊടുക്കേണ്ട 2 ക്യാരക്ടേഴ്സിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ക്യാരക്ടർ സ്കെച്ചിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ക്യാരക്ടേഴ്സാണ് രാജ്വന്തി മാം, ബാദ്ഷായും പിന്നെ ഈ പിതാജിയുടെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ അതൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹൈക്കൊക്കെ പിന്നെ നമുക്ക് ഉറപ്പാണ് അറിയാമല്ലോ, ഹൈക്കൊക്കെ ഭയങ്കര സിമ്പിളാണ്, ഉറപ്പാണ്. 14ാമത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ എല്ലാം എക്സ്ട്രാ എഴുതി പോയിട്ടുണ്ടാകും. പിന്നെ ദോസ്തിയുടെ വിശേഷത അതൊക്കെ നമുക്ക് അറിയാം, അതൊക്കെ അങ്ങനെ ചോദിക്കുള്ളൂ ആ ചാപ്റ്ററിൽ നിന്ന്. ആ ഒരു ക്വസ്റ്റ്യനെ ആ ചാപ്റ്ററിൽ നിന്ന് വരുത്തുള്ളൂ. സോ അതൊന്നും കുഴപ്പമില്ല. അത് ജീവൻ വൃത്തായാലും കുഴപ്പമില്ല. എനിക്കെപ്പോഴും ഈ സംക്ഷേപണം എഴുതുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതെല്ലാ പ്രാവശ്യം പോലെ ഇപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഇത് മോഡലിന് ഇത് തന്നെയല്ലായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു, മേരെ ലാൽ തന്നെയല്ലായിരുന്നു. ഞാൻ എങ്ങനെയാണിട്ട് എനിക്കൊരു ഓർമ്മയ്ക്ക് കംപ്ലീറ്റ് എനിക്ക് ഓർമ്മയില്ല, കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. സോ അതും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വഹ പട്ക ഹുവ പീർ, അതിൽ നിന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും ഒരു റെപ്പട്ട് അത് ആക്ച്വലി മോഡലിൽ ചോദിച്ചുകൊണ്ട് അതെനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം എന്തായാലും ഫൈനൽ എക്സാമിന് റെപ്പട്ട് ചോദിക്കാൻ ചാൻസ് കുറവായിരിക്കും എന്ന് തന്നെയായിരുന്നു. പക്ഷെ പഠിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു ബാച്ചീത്തായിരുന്നു. പിന്നെ പോസ്റ്ററൊക്കെ നമുക്ക് നല്ല സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ടു ഹിന്ദി ട്രാൻസ്ലേഷൻ അതെനിക്ക് എപ്പോഴും പ്രശ്നം തരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ചോദിച്ചത് നല്ല സിമ്പിളായിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ വിജ്ഞാപനമായാലും അതൊക്കെ നല്ലപോലെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സുരീനാമ്മ പഹലാദിനിലെ ഈ ഒരു ഡയറി ഞാൻ പക്ക എക്സ്പെക്ട് ചെയ്ത് പോയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. കാരണം ഡയറി, ലെറ്റർ, അതിനകത്തുനിന്ന് ബാത്ഷീറ്റ്, ഇത് 3 ഞാൻ നല്ലപോലെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ഏത് 3 ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് എഴുതാൻ പറ്റി. പിന്നെ മുർക്കി ഉർഫ് ബുലാക്കിന്നും അതുപോലെ തന്നെ ആയിരുന്നു.
അതിലൊരു തീം നമുക്കറിയാലോ. ആ തീം വെച്ചിട്ട് ഇപ്പൊ ആരുടെ ഇപ്പൊ കുമാറിന്റെ ആയാലും രാജവന്തി മാവിന്റെ ആയാലും മുറുക്കിയുടെ ആയാലും ലെറ്റർ ഡയറി അങ്ങനെ മാറി മാറി ചോദിച്ചാലും നമുക്ക് നല്ല എഴുതാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓവറോൾ അപ്പോൾ എൻ്റെ ഹിന്ദി എക്സാം അത്യാവശ്യം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. 2 മാർക്ക് സെഷനിൽ വന്നൊരു പാടേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് താഴെ കമന്റ് ചെയ്യണേ. പിന്നെ നെക്സ്റ്റ് മാത്സ് ആണ് എക്സാം. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കുക, നല്ലപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, PYQs ഒക്കെ ചെയ്താൽ മതി, നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം മാത്സ് എക്സാമിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ബൈ.